മേരുപർവതമാത്രോപി രാശിഃ പാപസ്യ കർമ്മണ കാർത്യായനീം സമാസാദ്യ നശ്യതി ക്ഷണമാത്രത ദുർഗാർച്ചനരതോ നിത്യം മഹാപാതകസംഭവൈഃ ദോഷൈർന ലിപ്യത്തെ വീര പത്മപത്രമിവാംഭസി. വിദ്യാ തപോഭ്യാം സംയുക്തം ബ്രാഹ്മണം ച പനൈതൃകം സദാപി പാപകർമാണാമേനോ ന പ്രതിയുജ്യത്തെ. ജാപിനാം ഹോമിനാം ചൈവ ധ്യായിനാം തീർത്ഥവാസിനാം ന സംവസന്തി പാപാനി യേ ച സ്നാതാ ശിരോവ്രതൈഃ. ലളിതാഹൃദയത്തിലൂടെ 7 നവരാത്രിയുടെ 7ാം ദിവസം. നവരാത്രിയുടെ 7ാം നാൾ ദേവിയെ കാളരാത്രി ഭാവത്തിൽ ആരാധിക്കുന്നു. ദുർഗാഭാവങ്ങളിൽ ഏറ്റവും ഭീഭത്സഭാവമാണ് കാളരാത്രി ദേവി. അന്ധകാരത്തെ അകറ്റി ജ്ഞാനത്തെ നൽകുന്ന ദേവിയാണ്. ത്രിലോചനങ്ങളുള്ള കാളി. ചതുർഭാവമാണ്. കഴുതയാണ് വാഹനം. ഭയപ്പെടുത്തുന്ന രൂപം ഉള്ളവളാണെങ്കിലും ഭക്തരോട് വാത്സല്യം തുളുമ്പുന്ന മാതൃസ്വരൂപിണിയായാണ് കാളരാത്രിയെ കാണപ്പെടുന്നത്. എല്ലാവിധ ഭയങ്ങളും ക്ലേശങ്ങളും അകറ്റി ഭക്തർക്ക് ശുഭമായവ നൽകുന്നവളാകയാൽ ദേവിക്ക് ശുഭംകരി എന്നും നാമധേയമുണ്ട്. ലളിതാഹൃദയത്തിലൂടെ തുടരാം. നിഷ്ക്രോധ ക്രോധശമനി. ക്രോധമില്ലാത്തവൾ എന്നർത്ഥം. ക്രോധത്തെ ശമിപ്പിക്കുന്നവൾ. ദേവിക്ക് ക്രോധിക്കേണ്ടതായി ആരുമില്ല. ദേവിക്ക് വികാരങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ ദേവി ക്രോധമില്ലാത്തവളാണ്. ചരാചരമായ പ്രപഞ്ചം താൻ തന്നെയായിരിക്കെ ക്രോധലക്ഷ്യമില്ല, ക്രോധവുമില്ല. നമേ ദേഷ്യോസ്തി ന പ്രിയ എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നത് പോലെ ക്രോധത്തെ ശമിപ്പിക്കുന്നവൾ എന്ന അർത്ഥം 2 നാമങ്ങൾക്കും യോജിക്കും. ജന്തുക്കൾ പരസ്പരം വെറുക്കുന്നതിന് കാരണവും ഹിംസയ്ക്ക് ചോദകവുമായ വികാരമാണ് ക്രോധം. അജ്ഞാനജന്യമായ അഹങ്കാരം മൂലം മലീമസമായിത്തീരുന്ന മനസ്സിൽ കാമം, ക്രോധം തുടങ്ങിയ വികാരങ്ങൾ കടന്നുകൂടുന്നു. അവയ്ക്ക് വിധേയനായ മനുഷ്യൻ ധർമാധർമ്മ വിവേചനമില്ലാത്തവനാകുന്നു. ക്രോധം കൊണ്ട് പാപം ചെയ്യാൻ പ്രേരിതനാകുന്നു. നിഷ്ക്രോധ എന്ന നാമം കൊണ്ട് ഭക്തനെ ക്രോധാദി വികാരങ്ങൾ ഇല്ലാത്തവനാക്കുന്നുവെന്നും ക്രോധശമനി എന്ന നാമം കൊണ്ട് ഉണ്ടായിപ്പോയ ക്രോധാദി വികാരങ്ങളെ ശമിപ്പിച്ച് ഭക്തനെ ധർമ്മമാർഗത്തിലേക്ക് നയിക്കുന്നവൾ എന്നും സൂചിപ്പിക്കുന്നു. ക്രോധയുക്തോ യദ്യജതി യജ്ജുഹോതി യദർച്ചതി സ തസ്യ ഹരതേ സർവമാകുംഭോ യഥോദകം എന്ന ആപ്തവാക്യം ക്രോധത്തിൻ്റെ ദോഷത്തെ കുറിക്കുന്നു. ക്രോധയുക്തനായ മനുഷ്യൻ യാഗം ചെയ്താലും ഹോമം ചെയ്താലും അർച്ചന നടത്തിയാലും ഫലമൊന്നുമില്ല. പച്ച മണ്ണുകൊണ്ടുണ്ടാക്കിയ കുടത്തിലൊഴിച്ച വെള്ളം പോലെ യാഗഹോമാർച്ചന ഫലങ്ങൾ നഷ്ടപ്പെട്ടു പോകും. ഇതൊക്കെ അറിയാവുന്ന മഹാതപസ്വികൾ പോലും ക്രോധാവിഷ്ടരാകുന്ന നിരവധി സന്ദർഭങ്ങൾ പുരാണത്തിൽ കാണാം. അത്രയ്ക്ക് ശക്തമാണ് ആ വികാരം. ഉപാസകന്റെ മനസ്സിലെ ക്രോധത്തെ ദേവി നശിപ്പിക്കുന്നതിനാൽ അയാൾക്ക് നിത്യമുക്തിക്ക് അർഹതയുണ്ടാകും. നിർഭവ ഭവനാശിനി. ഉൽപ്പത്തിയില്ലാത്തവൾ, ആദിയും അന്തവുമില്ലാത്തവൾ പരാശക്തി. ഭവത്തെ, സംസാരബന്ധത്തെ നശിപ്പിക്കുന്നവളെന്നും അർത്ഥം കൽപ്പിക്കാം. പക്ഷേ ആ അർത്ഥം ഭവനാശിനി എന്ന നാമം കൂടുതൽ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. 2 നാമങ്ങളും പരസ്പരം പൂരകങ്ങളായി കണക്കാക്കുന്നത് നന്ന്. ദേവി തൻ്റെ ഭക്തന്മാരുടെ സംസാരബന്ധത്തെ നശിപ്പിച്ച് മുക്തി കൊടുക്കുന്നവളാണ്. അഹം വൈ മത്പരാൻ ഭക്താൻ ഐശ്വര്യം യോഗമാശ്രിതാൻ സംസാര സാഗരാതസ്മാത് ഉദ്ധരാമ്യജിതേനതു എന്ന് ദേവി ഭാഗവതത്തിൽ ദേവി തന്നെ അരുളി ചെയ്യുന്നുണ്ട്. ഇതേ ആശയം ഗീതയിൽ ഭഗവാനും പറയുന്നു. ഏതു സർവാണി കർമാണി മയി സന്യസ്യ മത്പരാഹ അനന്യേനൈവ യോഗേന മാം ധ്യായന്ത ഉപാസതേ തേഷാമഹം സമുദ്ധർത്ത മൃത്യു സംസാര സാഗരാത് ഭവാമി ന ചിരാത്പാർത്ഥ മയ്യാവേശിത ചേതസാം. ഈയൊരു
രണ്ട് സംഭവങ്ങളും സൂചിപ്പിക്കുന്നത് ഭഗവാനിൽ സർവവും സമർപ്പിച്ചാൽ, ആദിപരാശക്തിയിൽ സർവവും സമർപ്പിച്ചാൽ നമ്മുടെ എല്ലാ ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും അവർ സ്വീകരിച്ചുകൊള്ളും എന്നാണ്. നിർവികൽപ്പ, വികൽപ്പം ഇല്ലാത്തവൾ, ഭക്തന്മാരുടെ വികൽപ്പം ഇല്ലാതാക്കുന്നവൾ. വികൽപ്പം എന്ന വാക്കിന് മാറ്റം, അവ്യവസ്ഥിതി, പലതിൽ ഏതു സ്വീകരിക്കണം എന്ന സംശയം, മറ്റൊന്നിനോടുള്ള ചേർച്ച, തീരുമാനമെടുക്കാൻ കഴിയാതെ മനസ്സു പതറൽ, മടി, ശാസ്ത്രാധിഷ്ഠിതമല്ലാത്ത നിഗമനം, ചിന്താജാഡ്യം എന്നിങ്ങനെ പല അർത്ഥങ്ങളുമുണ്ട്. ഏതെങ്കിലും അർത്ഥത്തിലായാലും ദേവി നിർവികൽപ്പയാണ്. വികൽപ്പം കൊണ്ട് കുടുങ്ങാൻ ഇടകൊടുക്കാതെ ഭക്തരെ നേർവഴിക്ക് നയിക്കുന്നവളുമാണ്. വികൽപ്പം എന്ന പദത്തിന് 2 കൽപ്പങ്ങൾക്കിടയിലുള്ള കാലം എന്നർത്ഥം പറയാം. കൽപ്പകാലങ്ങൾ ലോകത്തിൻ്റെ ഉൽപ്പത്തിക്ഷയങ്ങളെ കുറിക്കുന്നു. കൽപ്പങ്ങൾ കൊണ്ട് ദേവിക്ക് മാറ്റമില്ലാത്തതിനാൽ നിർവികൽപ്പ. കൽപ്പത്തിന് ശാസ്ത്രവിധി എന്നും അർത്ഥം പറയാം. അപ്പോൾ ശാസ്ത്രങ്ങൾ കൊണ്ട് അനുമാനിക്കാൻ കഴിയാതെ മഹാത്മ്യമുള്ളവൾ എന്ന് അർത്ഥം കിട്ടും. നിർവിഷയകമായ നിത്യജ്ഞാനം രൂപമായവൾ എന്നും അർത്ഥം. ഈ നാമ ഉപാസനയിലൂടെ ദേവി നമുക്ക് നിത്യജ്ഞാനത്തെ പ്രദാനം ചെയ്യട്ടെ. ലളിതാ ഹൃദയത്തിലൂടെ തുടരും. എല്ലാവർക്കും നമസ്കാരം.